മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് നൽകുന്ന വകുപ്പുകൾ ചിലപ്പോൾ മാറിയിരിക്കും. കലാകാരങ്ങളുമായി കൈവശം വെച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പിന് പകരം ആരോഗ്യ വകുപ്പ് ഇത്തവണ മുസ്ലിം ലീഗിനായിരിക്കുമെന്ന വാർത്തകൾ വരുന്നു. ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഏറെക്കുറെ ഉറപ്പാകുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ആ ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. നിഖിൽ പ്രമേഷ് മലപ്പുറം ചെയ്തു. നിഖിലെ ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത്തവണ എത്ര മന്ത്രിസ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നു? അത് ഏതൊക്കെയാണ്? ഒരു വകുപ്പ് മാറ്റം വരുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ അടക്കം നിരന്തരമായ ആരോപണങ്ങൾക്ക് പിന്നാലെയാണെന്ന് ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാമോ? സുഹൈൽ, മുസ്ലിം ലീഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ്. 27 പേരെ മത്സരിപ്പിച്ച് അതിൽ 25 പേർക്ക് വിജയസാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 22 പേരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. പരാജയപ്പെട്ടവരാകട്ടെ തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മുസ്ലിം ലീഗ് മുൻകാലങ്ങളിൽ, അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗിന് ലഭിച്ചതുപോലെ 5 മന്ത്രിസ്ഥാനവും മറ്റേതെങ്കിലും ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പദവിയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ പോലെയുള്ള ഏതെങ്കിലും ഒരു പദവിയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മന്ത്രിസ്ഥാനങ്ങളിൽ കാലാകാലങ്ങളായി വിദ്യാഭ്യാസ വകുപ്പ് കയ്യിൽ വെച്ചിരുന്നത് മുസ്ലിം ലീഗാണ്. അതിന് ഇത്തവണ മാറ്റമുണ്ടാകും. അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വകുപ്പ് മുസ്ലിം ലീഗിന് ലഭിച്ചേക്കും. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്ത് ആരോഗ്യ വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയേക്കും എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് രാവിലെ പാണക്കാട് മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം തന്നെ ഒത്തുചേരുകയും മന്ത്രിസ്ഥാനങ്ങളെ കുറിച്ചൊരു പ്രാഥമിക ചർച്ച, പ്രാഥമിക ധാരണ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. പല MLA മാരും അവിടെ എത്തി പാണക്കാട് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമിനെയും ഒക്കെ കാണുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും ഈ നിർണായക വകുപ്പുകൾ പലതും മുസ്ലിം ലീഗിന് ലഭിച്ചേക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മന്ത്രിസ്ഥാനമാണ് ഇത്തവണയും മുസ്ലിം ലീഗിന് ലഭിക്കുക. ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അത് നൽകാനുള്ള സാധ്യതയും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കാരണം ഇത്രയധികം ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും UDF-ൽ കൂടുതൽ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാതെ തന്നെ ഇത് UDF ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിന് നൽകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് ഇതിൽ ഏതെങ്കിലും ഒരു പദവി കൂടി മുസ്ലിം ലീഗിന് ലഭിക്കും. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. ഒരു തർക്കങ്ങളുമില്ലാതെ മുസ്ലിം ലീഗിന്റെ മന്ത്രി സ്ഥാന ചർച്ചകൾ പൂർത്തിയാക്കി അത് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് 24-നോട് പറഞ്ഞത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.